ഹലോ യുവേഴ്സ്, മേരാ പ്രിയ ദർശകർ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, ഇന്ന് നമുക്ക് കുറച്ച് ജനറൽ നോളജ് നോക്കാം. ഞാൻ പറഞ്ഞു GK എന്ന് കാണുന്നുണ്ട് എൻ്റെ ലിങ്കിൽ. സോ I should teach you some general knowledge today. मेरा दर्शकों, आज का दिन पूरा जनरल नॉलेज का दिन है. Okay, then first question you should have to answer. അറിയാം, നമുക്ക് ഒരുപാട് നമ്മുടെ സിവിൽ സർവീസ് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിൽ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഞാൻ വിത്തൗട്ട് ഹാവിങ് എനി ബുക്ക് ഞാൻ കുറച്ച് ആദ്യം പറയാം, ദെൻ നമുക്ക് തുടരാം കേട്ടോ. നോക്കാം നമുക്ക്. ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് इंडिया का प्रथम പ്രസിഡന്റ് കോൺ ഹെ? അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യ കാ പ്രഥം പ്രസിഡന്റ് കോൺ ഹെ? പ്രസിഡന്റ് ഇപ്പോൾ മറന്നു പോരുത് അത് കേട്ടോ. ആരാന്നറിയാം നമുക്ക് ആരാണ്? പെട്ടെന്ന് കൺഫ്യൂഷൻ വരും അല്ലേ. ഫസ്റ്റ് പ്രസിഡന്റ് ഈസ് രാജേന്ദ്ര പ്രസാദ്. സെക്കൻഡ് വൺ ഈസ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഓക്കെ, സെക്കൻഡ് വൺ. ഫസ്റ്റ് ഈസ് രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ പ്രഥമ പ്രസിഡന്റ് ഭാരത് കാ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അല്ലേ. അതുപോലെ പ്രധാനമന്ത്രി कौन है इंडिया? फर्स्ट प्राइम मिनिस्टर ഓഫ് ഇന്ത്യ ഈസ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ആയിരുന്നു, ഈസ് ജവഹർലാൽ നെഹ്റു അല്ലേ. അതുപോലെ ഇതുപോലൊരു ചോദ്യം വരാം. ലോകത്തിലെ ആദ്യത്തെ വനിത പ്രധാനമന്ത്രി ആരായിരുന്നു? ലോകത്തിലെ. അപ്പോൾ आपको मालूम पूरा लोक के प्रथम प्रधानमंत्री कौन है? വുമൺ, ഔരത്ത്. ആദ്യത്തെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ലോകത്തിൽ? അത് ശ്രീലങ്കയിലായിരുന്നു. സിരിമാവോ ബണ്ടാര നായകി. പേര് വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും മനസ്സിലാക്കുക. സിരിമാവോ ബണ്ടാര നായകി, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ വേറെ ഇങ്ങനെ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. പല ഭാഗത്തേക്ക് ഇത് മാറിപ്പോകട്ടോ. എനിവേ, അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം, മഹാത്മാഗാന്ധി എന്നായിരുന്നു, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത വർഷം ഏതായിരുന്നു ചോദിക്കാം. നമുക്കറിയാം, 1916 അപ്പോൾ നമുക്കിങ്ങനെ പറയാം, മഹാത്മാഗാന്ധി ഇന്ത്യൻ റവല്യൂഷൻ के लिए रहा का वर्ष 1960. അതുപോലെ മറ്റൊരു ചോദ്യം വരാം, എന്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന് കാലുകുത്തിയത്, അല്ലെങ്കിൽ ഇവിടെ തുടങ്ങിയത് എന്ന് പറഞ്ഞു? വെൻ വാസ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ അല്ലേ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈസാസെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കോൻ എങ്ങനെയാണെന്ന് വരാം കേട്ടോ. കോൻ വർഷമേ ഓർ കൈസാസെ ഇതർ ആത്തി ഹെ ആ വർഷ് ക്യാ ഹെ? നമുക്ക് പറയാം 1600 അല്ലേ. 6 ജൂൺ 1600 അവരിവിടെ വന്നു. പിന്നെ അതിൻ്റെ പേര് മാറി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ. അതിൽ നമുക്ക് പറയാം, ചരിത്രപരമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ. ഹിസ്റ്റോറിക്കൽ തിങ്സ്, ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ തിങ്സ് ഐ ഹാവ് ടു ടെൽ യു. ദെൻ ആഫ്റ്റർവേഴ്സ്, നോട്ട് നൗ, ബിക്കോസ് നൗ ഐ ആം ഗിവിങ് യു സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ദി വേൾഡ്, അറൗണ്ട് ദി വേൾഡ്. അതുപോലെ ചോദിക്കാം, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? വളരെ സിമ്പിൾ ചോദ്യമാണ്, കുട്ടികളൊക്കെ പറയുന്നത്, എങ്കിലും അറിഞ്ഞായിരിക്കണം. ജോർജ് വാഷിങ്ടൺ. अमेरिका का प्रथम प्रेसिडेंट कौन है? जॉर्ज वाशिंगटन. उनका नाम जॉर्ज वाशिंगटन. ओके,
അതുപോലെ നമുക്ക് പിന്നെ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യയിലേക്ക് ആദ്യം അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് ആദ്യം കടൽ മാർഗം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മാർഗം കണ്ടെത്തിയ സഞ്ചാരി ആരാണ് എന്ന് ചോദിക്കാം. നമുക്കറിയാം വാസ്കോ ഡ ഗാമ അല്ലേ. ഹി വാസ് ലാൻഡഡ് അറ്റ് കാപ്പാട് ആൻഡ് കോഴിക്കോട്, നിയർ കോഴിക്കോട്, മനസ്സിലായി. കോഴിക്കോടിൻ്റെ അടുത്തുള്ള കാപ്പാടിലായിരുന്നു അദ്ദേഹം വന്നിറങ്ങിയത്. അപ്പോൾ നമുക്ക് പറയാം അന്ന് അദ്ദേഹം വന്നിറങ്ങിയ ഭാഗത്തല്ല എന്ന് കടൽ, കാരണം അത് ഒരുപാട് പിൻവലിയും. അതൊക്കെ ഒരു എന്താ പറഞ്ഞാൽ ഒരു ലോക പ്രതിഭാസം എന്ന് പറയാം. കടലിൽ പിൻവലിയുന്നു, ഉള്ളിലേക്ക് കയറുന്നു അല്ലേ. പറയാം ഹി വാസ് ലാൻഡഡ് അറ്റ് ടോൾ യു. അപ്പോൾ വാസ്കോ ഡ ഗാമ इधर केरला से आए हैं, ये पूरा लोग के सराउंड कर के बाद वो इधर से मीन्स കാലിക്കറ്റ് കോഴിക്കോട് में आते हैं. അപ്പോൾ അത് വന്നിരുന്ന വർഷം ഞാൻ പറഞ്ഞു 6 ജൂൺ 1600. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീണ്ടു പോകുന്നുണ്ട്. നമുക്കിനിയും കണ്ടിന്യൂ ചെയ്യാൻ ഒരുപാട് നീട്ടുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ലിങ്കുകൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോട്. എൻ്റെ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ദെൻ മൈ ലിങ്ക് ഇൻ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108. സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108. അത് ഫോളോ ചെയ്യുക, ദെൻ ഷെയർ. ഫോളോയിങ് ആൻഡ് ഷെയർ. मेरा फेसबुक इंस्टाग्राम का लिंक स्टेप अप विथ इंग्लिश स्टेप अप विथ इंग्लिश 108. फॉलोइंग करो, शेयर करो. ओके देन, सी यू इन माय नेक्स्ट वीडियो. ओके देन, गुड नाइट, शुभ रात्रि.